ഞാനിന്നിവിടെ ചെയ്യുന്നത് ജാതി, കമുക്, പ്ലാവ് എന്ന കൃഷിയെ പറ്റിയാണ്. ഈ നിൽക്കുന്നതുണ്ടോ, ഇത് വിയറ്റ്നാമിൻ്റെ തൈയാണ്. ഇത് 17 മാസമായപ്പോൾ കായ്ക്കാൻ തുടങ്ങി. എല്ലാവരും പറയും പ്ലാവൊക്കെ വെച്ചാൽ കായ്ക്കാൻ താമസമാണെന്നൊക്കെ. അതൊക്കെ വെറുതെ പറയുന്നത്. ഇതിൻ്റെ നടീൽക്രമം എന്ന് വെച്ചാൽ 2.5 അടി കുഴിയെടുത്ത് അതിനകത്ത് നല്ല ചാണകപ്പൊടി ഇട്ട് ഇളക്കി കൈവച്ച് വേണ്ട പരിചരണം കൊടുക്കുകയാണെങ്കിൽ ഇത് 17 മാസമായപ്പോൾ കായ്ച്ചതാണ്. ഇതുണ്ടോ, 17 മാസമായപ്പോൾ കായ്ച്ച ചക്കയാണിത്. അതുപോലെ തന്നെ ഈ കമുക് 17 മാസമായുള്ളൂ. എല്ലാം ഒന്നിച്ച് വെച്ചതാണ്. ഏത് കൃഷിയായാലും നമ്മൾ അതിൻ്റെ പുറകെ നടന്നാൽ വൃത്തിയായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ കമുക്, ഇത് മോഹിത് നഗർ എന്ന് പറഞ്ഞ കമുകാണ്. ഇത് 2.5 വർഷം കൊണ്ട് കായ്ക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഏകദേശം ഇപ്പം ഇവിടെ വെയിലടിക്കുന്നതുകൊണ്ട് ഞാനൊന്ന് പൊതിഞ്ഞ് കെട്ടിയെല്ലാം നിർത്തിയേക്കുവാണ്. ഇതുണ്ടോ, ജാതി 17 മാസമായി. 17 മാസമേ ഉള്ളൂ ഈ ജാതി. ഞാൻ ചപ്പ് കൂട്ടിയാക്കി, വെയിലുള്ള സ്ഥലമായതുകൊണ്ട് ചപ്പ് കൂട്ടി മറയിട്ടേക്കുക. ഇതെല്ലാം കായ്ച്ചതാണ്. കായ്ച്ചപ്പം കാ പിടിക്കാനുള്ള ശേഷി കുറവാണ്ട് അത് പിഴുത് കളഞ്ഞ് ഞാൻ. ഒരു 2.5-3 വർഷമൊക്കെ ആകുമ്പോൾ കായ്ക്കുമ്പോഴത്തേക്ക് അതിന് താങ്ങാനുള്ള ശേഷി കിട്ടും. അതുപോലെ തന്നെ ഇതുണ്ടല്ലേ, പണ്ടൊക്കെ കമുകളൊന്നും ഇങ്ങനെ വെച്ച് പിടിപ്പിക്കാറില്ല. ഇപ്പോൾ കണ്ടോ, ഈ ജാതി വളർന്നു കഴിയുമ്പോഴത്തേക്ക് കമുക് പൊങ്ങുമ്പോഴത്തേക്ക് ഒരു തണലാവും. ഇപ്പോൾ ഈ കമുകൊക്കെ കണ്ടോ തണ്ട് തിരിഞ്ഞു. നല്ലൊരു കൃഷിയാണ്, നല്ലൊരു തൃപ്തി വരുന്നൊരു കാര്യമാണ് ഈ കൃഷിയൊക്കെ. ഉണ്ടോ, ഇത് നല്ല രീതിയിൽ ഇപ്പോൾ വേനലാകുമ്പോൾ വലിയ വെള്ളം നനച്ച് കൊടുക്കേണ്ട കാര്യമുള്ളതല്ല. പക്ഷെ എങ്കിലും ഞാനത് നല്ലപോലെ നോക്കുന്നുണ്ട്. ഉണങ്ങിപ്പോകാതിരിക്കാൻ വേണ്ടി നനച്ച് കൊടുക്കുന്നുണ്ട്. മോട്ടറടിച്ച് വെള്ളം എടുത്ത്. ഇവിടെ വെള്ളത്തിന് 1 മാസത്തേക്ക് ഒരു ബുദ്ധിമുട്ട് വരുന്നൊരു ഏരിയയാണ്. ഇങ്ങനെ ഒരു കൃഷി ചെയ്യുന്നത് എനിക്ക് ഒരു സന്തോഷമുള്ള കാര്യമാണ്. ഇങ്ങനെ ഈ കൃഷി ചെയ്യുന്നത് രാവിലെ എഴുന്നേറ്റ് അതിൻ്റെ പുറകെ നടക്കുകയും ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നല്ല സന്തോഷം വരുന്നൊരു കാര്യമാണ് ഇതൊക്കെ. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മൾ കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിൻ്റെ കായ്ഫലമൊക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. ജാതി ആയാലും നമ്മൾ സമയങ്ങളിൽ വളമൊക്കെ ചെയ്ത്, ജാതിക്ക് എപ്പോഴും വേണ്ടത് വെള്ളമാണ്, നനച്ച് കൊടുക്കണം. ഇതെല്ലാം 17 മാസമേ ഉള്ളൂ. ഇവിടെ വെയിൽ കൂടുതലടിക്കുന്നൊരു സ്ഥലമാണ്. എന്നാലും കുഴപ്പമില്ല. ഇതിനിടയ്ക്ക് ഞാനൊരു 100 കൊടി ഇട്ടിട്ടുണ്ട്. കൊടിയെല്ലാം വളർന്നു വരുന്നുണ്ട്. കമുകൊക്കെ തണ്ട് തിരിഞ്ഞാണ്. ഇതൊക്കെ 2.5 വർഷം മുമ്പ് കായ്ക്കണം. അതുപോലെയാണ് ആ പണികളൊക്കെ ചെയ്യുന്നത്. നമ്മൾ എല്ലാം വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ട്. കൊടിയെല്ലാം നമ്മൾ ഇട്ട് വരുന്നുള്ളൂ. പക്ഷെ എനിക്ക് കായ്ക്കുന്ന കൊടി കുറേ ഉണ്ട്. കൊടിക്കൊക്കെ നല്ല പൊതിഞ്ഞു കൊടുത്ത്, വെയിലൊക്കെ ഉള്ളപ്പോൾ സമയം പൊതിഞ്ഞു കൊടുത്തൊക്കെ വേണം ചെയ്യാൻ. ഇതുണ്ട് കമുക്. ഇത് കൊടി കണ്ടോ, അത് അടുത്ത വർഷം ഇത് കായ്ക്കും. ഇത് ഒരു മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇവനങ്ങ് കയറും. കൊടിക്കാല് യഥാർത്ഥത്തിൽ കൊന്നക്കാല് ഇട്ടാൽ പുഴുക്കേടുണ്ടാവും. നമ്മളതുപോലെ ശ്രദ്ധിച്ച് നിന്നില്ലെങ്കിൽ ഈ അടിഭാഗത്തൊക്കെ ആയിട്ട് പുഴുക്കേട് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ കാല് ഉണങ്ങിപ്പോവും. കൊടി വളർന്നു കഴിയുമ്പോഴത്തേക്ക് പിന്നെ അത് മാറ്റിയിടാൻ ബുദ്ധിമുട്ടുണ്ടാവും. അത് നമ്മൾ ശ്രദ്ധിക്കണം. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും അതിൻ്റെ പുറകെ നടന്ന് വൃത്തിയായിട്ടൊക്കെ നോക്കി കേടുകളൊക്കെ മാറ്റി മരുന്നുകളൊക്കെ യഥാസമയങ്ങളിൽ ചെയ്യുകയാണെങ്കിൽ നല്ല കൃഷിയായിരിക്കും. ഒരു ജാതിയെന്ന് നല്ലപോലെ കായ്ക്കുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു ജാതിയിൽ നിന്ന് 50,000 രൂപ ഒരു വർഷം കിട്ടും. കായ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ജാതിക്ക് വേറെ പണികളൊന്നുമില്ല. ഞാനതുപോലെ ഇവിടെ ഒരു 18 ജാതി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 17 മാസങ്ങളെയല്ല, ഇതെല്ലാം കായ്ച്ച് വന്നതാണ്. ഈ ചെറുപ്പത്തിലേ കായ്ച്ചാൽ അതിനുള്ള ശേഷി ഇല്ലാത്തതുകൊണ്ട് ഞാനത് പിഴുത് കളഞ്ഞു. ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് ചെറുപ്പക്കാരൊക്കെ വരുന്നുണ്ട്. എല്ലാവർക്കും മടിയാണ് ചെയ്യാനില്ല. ഞാൻ വെള്ള സംവിധാനത്തിന് ഇവിടെ
മോട്ടറടിച്ച് വെള്ളമിട്ട് എല്ലാം നനയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കാപ്പിയെല്ലാം കവാത്ത് ചെയ്തിട്ട് മണ്ട ഒടിച്ച് വിട്ടേക്കുക. ഇതൊക്കെ പൂവിടാൻ തുടങ്ങി. ഉണ്ടോ, പൂവിടാൻ തുടങ്ങി. പൂവിടാൻ തുടങ്ങി. ഇത് ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പൂ പിടിക്കുമല്ല. അടുത്ത വർഷം കാപ്പി കുരു പറിക്കാം നമുക്ക്. ഇതിപ്പോൾ ഒരു 3-4 വർഷം കഴിഞ്ഞാൽ ഈ പറമ്പ് നല്ല വൃത്തിയായിരിക്കും. നമുക്കൊരു പകൽ സമയങ്ങളിൽ കയറി ഇരിക്കാനും കാറ്റ് കൊള്ളാനും എല്ലാം നല്ലൊരു കാപ്പിയൊക്കെ ഒടിച്ച് വിട്ടിട്ട് പൂവായിരുന്നുണ്ട്. പിടിച്ച് കിട്ടാം, മണ്ട പിടിച്ച് കിട്ടും. എല്ലാം കായായി. അങ്ങനെ ജാതി. ഈ കൃഷിയൊക്കെ ചെയ്യാൻ ഭയങ്കര സന്തോഷമാണ്. എല്ലാവരും ഒന്നും ചെയ്യുകയല്ല. ഇത് ഞങ്ങളുടെ സ്ഥലം വാഗമണിൻ്റെ നേരെ അടിവശം വേന്ത്യാർ എന്ന് പറഞ്ഞ സ്ഥലമാണ്. വാഗമണിൻ്റെ മണ്ടയാണ് കാണുന്നത്. വാഗമണിൻ്റെ മണ്ടയാണ് കാണുന്നത്. കണ്ടോ, അവിടുത്തെ വ്യൂ പോയിൻറ്റും പാരഗ്ലൈഡിങ് എവിടുന്നാണ് തുടങ്ങുന്നത്. വാഗമൺ സാധാരണ പോകുന്ന ഏന്ത്യാർ വന്നിട്ട് പോകാം, ഈരാറ്റുപേട്ട വന്നിട്ട് പോകാം. ഇത് പോകുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങളുടെ വീടിന് നേരെ മണ്ടയില്ല. നടന്ന് കയറിപ്പോയാൽ 6 കിലോമീറ്റർ 7 കിലോമീറ്ററേ ഉള്ളൂ. എല്ലാവരും നടന്ന് പോകാറില്ല. വിദേശികളെല്ലാം വരുന്ന സ്ഥലങ്ങൾ. എന്നാ ടൂറിസ്റ്റ് മേഖലയാണ്. ഇവിടെയൊക്കെ വന്ന് വൈകുന്നേരങ്ങളിലൊക്കെ ഇരിക്കുവാണെങ്കിൽ മനുഷ്യനൊക്കെ ഈ പകുതി അസുഖങ്ങളൊക്കെ കുറയുന്നതാണ് ഞാൻ പറയുന്നത്. നല്ല അന്തരീക്ഷമാണ്.